ഒരിടത്ത് ഒരു ചെറിയ പുഴയുടെ അരികിൽ ഒരു കുഞ്ഞിക്കല്ല് കിടന്നിരുന്നു. എല്ലാ ദിവസവും പുഴയിലെ വെള്ളം അതിനെ തഴുകിപ്പോകും. മീനുകൾ അതിനരികിലൂടെ നീന്തിപ്പോകും. പക്ഷികൾ അതിന് മുകളിലിരുന്ന് ചിലയ്ക്കും. ഈ കല്ലിന് ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്തിലെ വിശേഷങ്ങളൊക്കെ അറിയാമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു മാന്ത്രികൻ ആ വഴി വന്നു. മാന്ത്രികൻ കല്ലിൻ്റെ ആഗ്രഹം കേട്ടു. നിനക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ഞാനൊരു അവസരം തരാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഒരു ദിവസം മാത്രം നിനക്ക് സംസാരിക്കാം. ആ ദിവസം നീ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാവൂ. അനാവശ്യമായി സംസാരിച്ചാൽ നിന്റെ ശക്തി നഷ്ടപ്പെടും. കല്ല് സന്തോഷത്തോടെ സമ്മതിച്ചു. പിറ്റേ ദിവസം രാവിലെ കല്ലുണർന്നപ്പോൾ അതിന് സംസാരിക്കാൻ കഴിഞ്ഞു. ആദ്യം ഒരു ഉറുമ്പ് കല്ലിന് മുകളിലൂടെ നടന്നുപോയി. ഹേയ് ഉറുമ്പേ, നീ എങ്ങോട്ടാണ് പോകുന്നത്? കല്ല് ചോദിച്ചു. ഉറുമ്പ് ഞെട്ടിപ്പോയി. ഞാൻ ആഹാരം തേടി പോവുകയാണ്, ഉറുമ്പ് പറഞ്ഞു. കല്ല് അനാവശ്യമായി സംസാരിച്ചു എന്ന് തോന്നി. പിന്നെ ഒരു കൊച്ചുകുട്ടി വന്ന് കല്ലിന് മുകളിലിരുന്നു കളിക്കാൻ തുടങ്ങി. നീയൊരു നല്ല കുട്ടിയാണല്ലോ, കല്ല് പറഞ്ഞു. കുട്ടി പേടിച്ചു പോയി. കല്ലിന് സങ്കടമായി. ഞാൻ അനാവശ്യം സംസാരിക്കുകയാണല്ലോ. ദിവസം പതുക്കെ തീർന്നു തുടങ്ങി. കല്ലിന് വെറും കുറച്ചു സമയം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു വൃദ്ധൻ ക്ഷീണിച്ച് ആ വഴി വന്നു. അദ്ദേഹത്തിന് നടക്കാൻ വയ്യാതെ ഒരു മരച്ചുവട്ടിലിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വലിയ ദുഃഖമുണ്ടായിരുന്നു. കല്ല് പതിയെ പറഞ്ഞു, അങ്ങേക്ക് വിഷമമുണ്ടോ? വിഷമിക്കാതെ, നാളെ നല്ലൊരു ദിവസമായിരിക്കും. സൂര്യൻ വീണ്ടും ഉദിക്കും, പ്രതീക്ഷയുടെ വെളിച്ചം കൊണ്ടുവരും. വൃദ്ധൻ അത്ഭുതപ്പെട്ടു. ഒരു കല്ല് സംസാരിക്കുന്നു. പക്ഷേ ആ വാക്കുകൾ അദ്ദേഹത്തിന് വലിയ ആശ്വാസം നൽകി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. നന്ദി കുഞ്ഞുകല്ലേ, ഈ വാക്കുകൾ എനിക്ക് പുതിയ പ്രതീക്ഷ നൽകി, അദ്ദേഹം പറഞ്ഞു. അതു കേട്ടതും കല്ലിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം നിറഞ്ഞു. താൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസാരിച്ചു. ഒരാൾക്ക് പ്രതീക്ഷ നൽകി. സന്ധ്യയായി. കല്ലിൻ്റെ സംസാരിക്കാനുള്ള ശക്തി ഇല്ലാതായി. പക്ഷേ അതിന് സങ്കടമുണ്ടായിരുന്നില്ല. കാരണം അത് തൻ്റെ ആഗ്രഹം ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കി. നമ്മൾ ഓരോരുത്തർക്കും ഈ കല്ലിനെ പോലെയാണ്. നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷവും പ്രതീക്ഷയും നൽകാൻ നമുക്ക് കഴിയണം.